മണമുണ്ട് കേട്ടോ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ 2 മാസത്തെ വെക്കേഷൻ എത്ര പെട്ടെന്നല്ലേ പോയത്. നമ്മുടെ സ്കൂളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും എങ്ങനെ ആയോ എന്നറിയില്ല. എന്തായാലും ഇവിടെ സ്കൂൾ ഇതേ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഭയങ്കര മഴ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്കറിയാലോ, എന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞ് ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന പരിപാടിയും പിന്നെ കുറച്ച് ഉഴപ്പം മട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ റൊട്ടീനൊക്കെ അപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ബാക്ക് ടു സ്കൂൾ പോലെ തന്നെ നമ്മുടെ ബാക്ക് ടു റൊട്ടീൻ തന്നെ വരണം. അപ്പോൾ രാവിലെ ഇതേ എഴുന്നേറ്റ് കഴിഞ്ഞ പാടെ തന്നെ ഞാനിതേ ഇവിടെ ഒരു തിരി കത്തിച്ചിട്ടുണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കൊതുകാണ്. രാവിലത്തെ ആ ഒരു സമയത്ത് കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ പാല് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ കൊണ്ടുവന്ന ശേഷം ഒന്ന് കാച്ചി വെക്കാം കേട്ടോ. നല്ല നാടൻ പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റൊട്ടീനിലേക്ക് തിരിച്ചു വരാനായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് നമുക്ക് നാളെ രാവിലത്തേക്ക്, അതായത് ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണല്ലോ. ഒരു വശത്ത് ചപ്പാത്തി പരത്തലും മറുവശത്ത് ചപ്പാത്തി ചൂടലും ഒരേ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോ ആയില്ലേ ഈ ചപ്പാത്തി ചുടലുന്ന പരിപാടിക്കൊക്കെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്, ചപ്പാത്തിയും കിഴങ്ങറിയാണ്. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ്ലി കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ ചായയാണ്. ചായയൊക്കെ കുടിച്ച് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മുടെ മൈക്രോ ഗ്രീൻസില്ലേ അതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. ഇപ്പോൾ കുറേ നാളായി ചെയ്തിട്ട്. പിന്നെ ഇരുമ്പമ്പുളി പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തൊരു വീട്ടിലാണ് ഇരുമ്പമ്പുളി. നമ്മുടെ ചെമ്മീനില്ലേ, പച്ച ചെമ്മീൻ, കുഞ്ഞു ചെമ്മീനിട്ട് വെക്കുന്ന നല്ല അടിപൊളി ഒരു കറിൻ്റെ റെസിപ്പി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് പിങ്കിയായിട്ട് കുറച്ച് കൊഞ്ചലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവനാണ് കേട്ടോ കൂടുതലും അവളുമായിട്ട് കിന്നരിക്കാൻ നിൽക്കുന്നത്. വേണ്ടട്ടാ ആ പുറത്ത് കൂട്ടുകാരല്ല ആദ്യം ഏട്ടനേ ഉള്ളൂ. എന്നിട്ട് പിങ്കി കാര്യം കേട്ടാ, പിങ്കി മോള് കാര്യം. അയ്യോ സ്നേഹം നോക്ക്, ഒരു സ്നേഹം നോക്കിയ കൊച്ചിന്. അയ്യോ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മഴ തന്നെയാണല്ലോ. അപ്പോൾ എൻ്റെ കറിവേപ്പിലയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു താങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മുഴുവൻ അവിടെ നിന്നൊക്കെ തൈകൾ മുളച്ച് വന്നിട്ട് അതിനൊരു ചാഞ്ചാട്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനോട് കയർ ഇതുപോലെ കെട്ടി കൊടുക്കാമെന്ന്, അഥവാ കാറ്റൊക്കെ അടിക്കുമ്പോൾ മറിഞ്ഞു വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കറിവേപ്പിലയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. കുറച്ച് ഉഷാറാകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങനെ ചീത്തയിപ്പം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ എടുക്കാറില്ല കേട്ടോ അതിൻ്റെ അകത്തുനിന്ന്, കുറച്ച് വലുതായിട്ടെന്ന് വിചാരിച്ചു. ഇതേ നമ്മുടെ പ്ലാവിൽ ചക്കയൊക്കെ ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം എണ്ണം തന്നെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ആ വഴി പോയപ്പം ചെറിയൊരു മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതിനാണ് പഴുത്തത്, ഏതിനാണ് നല്ല മണം വന്നേക്കുന്നതെന്ന് ഞാൻ മണപ്പിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പറിച്ചിട്ടുണ്ടായിരുന്നത്. അധികം വലിപ്പമൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ ഒരു ചക്ക ആ ഒരു പാകത്തിനാണ് കേട്ടോ ഉള്ളത്. പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 എണ്ണം ആവശ്യമായി വരും. അപ്പോൾ ഞാനിത് അതിൻ്റെ അകത്ത് 2 എണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു. അധികം വലിപ്പമില്ല കേട്ടോ. എനിക്കിത് എൻ്റെ കയ്യിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല അത്ര സൈസുള്ളൂ. വലുതും ഉണ്ടായിരുന്നു, നല്ല വലിപ്പമുള്ള 1 എണ്ണം 2 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു, ചെറുതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇരുമ്പമ്പുളി ഇട്ട തേങ്ങ അരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പുളി എന്ന് പറയുന്നത് എനിക്കൊരു നോസ്റ്റമാണേ. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഇരുമ്പമ്പുളിയുടെ മരം ഉണ്ടായിരുന്നു, നമ്മുടെ കിണറിന് സൈഡിലായിട്ട്. അപ്പോൾ അവിടെയില്ല ഒരു ഇരുമ്പമ്പുളി പോലും എൻ്റെ അച്ഛൻ്റെ അമ്മ താഴെ കളയാതെ മുഴുവൻ തന്നെ കറി വെച്ചെടുക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ഇരുമ്പുളി ഉണ്ടാകുന്ന സമയത്ത് ഇരുമ്പമ്പുളി വെച്ച കറികൾ മാത്രമാണ് ആ ഒരു സീസണിൽ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് മീനിന് പകരം ഈ ഒരു ഇരുമ്പമ്പുളിയുടെ 2 കഷ്ണമാണ് തരുക. മീനിന് പകരമായിട്ട് 2-3 മീൻ കഷ്ണം ഇരുമ്പമ്പുളി കൂടുതലുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇരുമ്പമ്പുളിയുടെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം എടുത്ത് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെസിപ്പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവേ. തേങ്ങയും മഞ്ഞളും മുളകും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക, നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഇരുമ്പമ്പുളി അരിഞ്ഞിട്ട്, ഒരു ഇരുമ്പമ്പുളി ഒരു മീഡിയം സൈസിൽ ഇരുമ്പമ്പുളിയൊക്കെ 4 കഷ്ണമൊക്കെ ആയിട്ട് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ഇച്ചിരി മുളക് പൊടി,
ഉപ്പ് ഇവ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് കലക്കിയെടുക്കാം. നമ്മൾ ആ കൈ വെച്ച് കലക്കുന്നതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അച്ചമ്മയ്ക്കില്ലേ ഈ കൈ വെച്ച് കലക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അതെന്തുകൊണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പം ഈ കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം അതായിരിക്കും. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു തിക്നെസ് നമുക്ക് ആ ഒരു കൈ വെച്ച് കലക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ല തിക്നെസ് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കുഞ്ഞ് ചെമ്മീനാണ് കേട്ടോ ഞാനിതിൽ ചേർക്കുന്നത്. അത് തിള വന്നതിന് ശേഷം ചേർത്തിട്ട് ഒന്ന് പറ്റിച്ചെടുക്കുക. എന്നിട്ട് കടുകോ മുളകോ എന്തെങ്കിലും താളിക്കുവാണെങ്കിൽ താളിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രീ പ്രിപ്പറേഷൻസ് കാണാം കേട്ടോ. എൻ്റെ ഒരു മസാല ബോക്സാണ് ഇത്. ഇതിൻ്റെ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിത് എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ യൂസ്ഫുള്ളായ ഒരു കണ്ടെയ്നറുകളാണിത്. അതും ഞാനിതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എവിടെയും കൊടുത്തേക്കാവേ. അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലത്തെ പണികളൊന്നും തീർക്കാൻ കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് വെക്കേണ്ട, കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ തന്നെ രാവിലത്തെ ആ ഒരു പെട്ടെന്നുള്ള ഒരു ധൃതിയില്ലേ, റഷ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാനിത് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് മിക്കവാറും ചെയ്യുന്നതാണ്. കുറച്ച് തേങ്ങയൊന്ന് ചിരവിയിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു കണ്ടെയ്നറിലാണ് നമ്മുടെ ഈ എന്തെങ്കിലും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള എന്തെങ്കിലും അരിഞ്ഞ് വെക്കാനുണ്ടെങ്കിൽ വെക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരുന്നതുകൊണ്ടില്ലേ വെള്ളം ഇങ്ങനെ ഈർപ്പടിക്കുമല്ലോ നമ്മൾ അടച്ചു വെക്കുമ്പം. ആ ഈർപ്പം വെള്ളം ഇതിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് മസാല ബോക്സിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. എൻ്റെ കയ്യത്തും ദൂരത്ത് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ജോലികൾ തീരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളായിട്ട് തന്നെ എനിക്കൊന്നൊരു 5-6 വർഷമായിട്ട് തന്നെ ഈ ഒരു മസാല ബോക്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ല, മുന്നേ വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. ഇപ്പം ഞാൻ സ്റ്റീലിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊരു 2 വർഷമായിട്ട് തോന്നുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് അത്യാവശ്യം വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഞാനിത് ഈ ഒരു കണ്ടെയ്നറിലാണ് സൂക്ഷിച്ച് വെക്കാറ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾക്ക് പെട്ടെന്ന് ജോലി തീർക്കാൻ ഈ ഒരു സാധനം അടിപൊളിയാണെന്ന് തോന്നും. നമ്മളെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതും ഇതുപോലെ പെട്ടെന്നൊന്നും ചീത്തയാവാതെ കിട്ടാനുള്ള ആ ഒരു ചെറിയ ബോക്സ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വെള്ളം ഈർപ്പം കെട്ടി നിൽക്കാതെ അങ്ങനെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് അതും ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി കുറച്ച് നാളായിട്ട് കെട്ടിപ്പൂട്ടി വെച്ച കുറച്ച് സാധനങ്ങളില്ലേ, നമ്മളെ ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിലുകളൊക്കെ അതൊക്കെ ഒന്ന് നീറ്റാണ് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു ലഞ്ച് ബോക്സും വലിയ ലഞ്ച് ബോക്സും ഒക്കെ ആയിട്ട്. ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഈ സെയിം ലഞ്ച് ബോക്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാസറോൾ ടൈപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പോ ഒക്കെ വാങ്ങിക്കുമ്പം എല്ലാ ഇയറും മാറ്റി വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ച് തുടങ്ങിയതാണല്ലോ. സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ഭയങ്കര വർത്താണ്. ക്യാഷ് കൊണ്ടും മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല കൺവീനിയൻറ്റും ഈ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചുകൂടി നല്ലത് ഈ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് അല്ലേ. എനിക്ക് കാസറോൾ ലഞ്ച് ബോക്സ് ഞാൻ ഇതുവരെ മക്കൾക്ക് മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അതിനോട് തീരെ താല്പര്യമില്ല. കുറച്ച് നാൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ തന്നെ അതിനകത്ത് നിന്ന് ഒരു വല്ലാത്തൊരു മണവും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കഴിയുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ തന്നെ അവരെ ഉപയോഗിക്കാനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കുക. അതാണ് കുറച്ചുകൂടി ഹൈജീനിക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ട്. കുഞ്ഞ് ലഞ്ച് ബോക്സും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ ബോട്ടിൽ കൂടെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. ഒരു 2 വർഷമായിട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ ഉപയോഗിക്കുന്നത് 2ാമത്തെ വർഷമാണ്. പെക്സ്പോ എന്നാണ് കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ കമ്പനിയുടെ പേര്. നല്ല വർത്താണ്. നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പോകാനുള്ളതൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, നാളെ മുതൽ ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.